അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 100. കോളേജിലാണ് ജ്വാല. ഇന്റർവെൽ ആയതുകൊണ്ട് തന്നെ അവളും ദൃശ്യയും തീത്തുവും കൂടി വെറുതെ ഗ്രൗണ്ടിലേക്ക് വന്നതാണ്. അവിടെ ഒരു മരത്തിൽ ചാരി നിന്ന് ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് ജ്വാല. അവൾക്കടുത്ത് തന്നെ ദൃശ്യയും തീത്തും ഉണ്ട്. എടി ദേ നോക്ക്, ആ ചേട്ടൻ കൊള്ളാലേ. തീത്തു ഒരുത്തനെ ചൂണ്ടിക്കാണിച്ച് ദൃശ്യയോടും ജ്വാലയോടും പറഞ്ഞു. അവർ അങ്ങോട്ട് നോക്കി. അവിടെ ഫ്രണ്ട്സുമായി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനിൽ അവരുടെ നോട്ടം ചെന്നെത്തി. ജ്വാല ചിരിയോടെ തീത്തൂനൊന്ന് നോക്കി. എടി ജ്വാലെ, ഈ കോഴി നമുക്ക് വൈകാതെ കൂട്ടിലടയ്ക്കണോട്ടോ. എന്തോന്ന് വായി നോക്കിയടി ഇവള്. ദൃശ്യ അവളെ കളിയാക്കി. അത് പിന്നെ വായി നോക്കാത്തവർ ആരുണ്ട് കൂട്ടാ. അങ്ങനെയുള്ളവരെന്നെ കല്ലെറിയട്ടെ. എറിയടി എറിയേ, നീ ഡീസന്റ് ആണെങ്കിൽ കല്ലെറിയേ. തീത്തു ദൃശ്യയെ കൂർപ്പിച്ചു നോക്കി. ഞാനത്ര ഡീസന്റ് ഒന്നും അല്ല മോളെ. ചേച്ചി ഒരു തമാശ പറഞ്ഞതല്ലേ, നീ അത് കാര്യാക്കിയോ? നീ പറഞ്ഞ ചേട്ടൻ പൊളിയാ. പിന്നെ അങ്ങേരുടെ നേരെ അപ്പുറത്ത് നിൽക്കുന്ന ആ ചേട്ടനെ കണ്ടോ? ആളെങ്ങനെയുണ്ടടി, കൊള്ളാലേ. ദൃശ്യയുടെ ഉള്ളിലെ കോഴി പുറത്തു ചാടി. തീത്തു അവളെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കി. ദൃശ്യ അവളെ നോക്കി ഇളിച്ചു കൊടുത്തു. നോക്കുന്നതൊക്കെ കൊള്ളാ, ആ ചേട്ടന്മാര് കാണണ്ടാട്ടോ. കാണാൻ മാത്രമേ കൊള്ളാവൂ. ഇന്നാള് ഗ്രൗണ്ടില് അടി ഉണ്ടാക്കിയില്ലേ, ആ കൂട്ടത്തിലുള്ളവരാ. അതുകൊണ്ട് ദർശനം മാത്രം മതി. തീത്തു ഉള്ളത് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. ദൃശ്യ ചുണ്ടുകൊട്ടി ജ്വാലയെ നോക്കി. അവൾ ഈ ലോകത്തെ അല്ല എന്ന പോലെ നിൽക്കുകയാണ്. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട്. ദൃശ്യ തീത്തൂനെ നോക്കി ജ്വാലയെ കാണിച്ചു കൊടുത്തു. രണ്ടാളുടെ മുഖത്ത് കുറുമ്പ് വിരിഞ്ഞു. ഡി, നീ ഇത് എന്താലോചിച്ചോണ്ട് നിൽക്കുക. തീത്തു അവളെ തട്ടി വിളിച്ചു. ജ്വാല ഏതോ ലോകത്തിൽ നിന്നെന്ന പോലെ ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. രണ്ടാൾ അവളെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. ജ്വാല പുഞ്ചിരിച്ചു. രണ്ടാളും അവളെ നോക്കി മനസ്സിലായി എന്ന പോലെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. നീ നിന്റെ ദേവേട്ടനെ കുറിച്ച് ഓർത്ത് നിൽക്കുമല്ലേടി. ഇപ്പൊ കുറച്ചു നാളായിട്ട് സ്വപ്നലോകത്തിലേക്ക് പോകുന്നത് കുറച്ച് കൂടുന്നുണ്ട് പെണ്ണിന്. തീത്തു അവളെ ആകെ ഒന്ന് നോക്കി. ഒന്ന് പോടി. ജ്വാല ചിരിയോടെ പറഞ്ഞു. ഉവേ, നമ്മളൊന്നും കാണുന്നില്ല എന്നൊന്നും കരുതണ്ട. അഗ്നേട്ടനോട് പറയണം നീ ഏതു നേരം അങ്ങേരെ മനസ്സിലിട്ടോണ്ട് നടക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലാന്ന്. ദൃശ്യ പറഞ്ഞു. യോ, അങ്ങനൊന്നും പറയില്ലേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് കേട്ടാ ദേവേട്ടൻ പിണങ്ങും. ഞാൻ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടല്ലോ. ജ്വാല ചുണ്ടു പിളർത്തി. ആ ഉണ്ട്, അതുണ്ട്. പക്ഷെ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോ നീയല്ലാതെ ആവുന്നു ജ്വാലക്കുട്ടാ. ദൃശ്യ അവളുടെ കവിളിൽ പിച്ചി ചിരിയോടെ പറഞ്ഞു. പോടി. അവളെ ദൃശ്യയുടെ കൈ തട്ടി മാറ്റി. പോവൂല. നീ ഇപ്പൊ എന്താലോചിച്ചോണ്ട് നിൽക്കുമായിരുന്നു, അത് പറ. അല്ലാതെ ഞങ്ങൾ പോവില്ല, അല്ലേ തീത്തു? ദൃശ്യ കണ്ണിറുക്കി തീത്തുവിനോട് ചോദിച്ചപ്പോ അവൾ അതേന്ന പോലെ തലയാട്ടി. അതെ അതെ, വേഗം പറ. എന്തായിരുന്നു ആലോചന? ഇന്നത്തെ ഹിക്കിയായിരുന്നോ കുട്ടാ മനസ്സില്? തീത്തു കുറുമ്പോടെ ചോദിച്ചതും ജ്വാല നെറ്റി ചുളിച്ചു. തീത്തു പെട്ടെന്ന് ജ്വാല മുന്നിലേക്ക് പിടിച്ചിട്ട മുടിയെടുത്ത് പുറകിലേക്കാക്കി അവളുടെ കഴുത്തിലെ പാടിൽ തൊട്ട് കാണിച്ചു. ഇത് ആലോചിക്കായിരുന്നോന്ന്. എന്നും അങ്ങേർക്ക് നിന്നെ കടിക്കലാണോടി പണി? അവള് ജ്വാലയെ കളിയാക്കി. ജ്വാലയുടെ മുഖം ചുവന്നു. ഒന്ന് പോയി തീത്തു, വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാ. അവർക്ക് മുന്നിൽ നിൽക്കാൻ ചമ്മല് തോന്നിയതും ജ്വാല പെട്ടെന്ന് പറഞ്ഞു. ദൃശ്യ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ജ്വാല അവളെ എന്തായെന്ന പോലെ നോക്കി. അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോവാന്ന് കരുതല്ലേടി മോളെ നീ. നിന്നോട് കുറെ ദിവസമായി ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് കരുതുന്നു. ദൃശ്യ കാര്യമായി പറഞ്ഞു. തീത്തും ജ്വാലയും അവളെ നോക്കി. എന്താ ദൃശ്യ? ജ്വാല ചോദിച്ചു. എടി, അത് നിങ്ങൾക്കിടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അവൾ സ്വയം വിരലുകടിച്ച് നാണത്തോടെ ചോദിച്ചു. തീത്തുവിന്റെ കണ്ണുകൾ തിളങ്ങി. അല്ലെങ്കിലും മറ്റുള്ളവരുടെ സീക്രട്ട് മൊമെന്റ്സ് കേൾക്കാൻ ഇതുപോലുള്ള സാധനങ്ങൾ എല്ലായിടത്തും കാണും. ജ്വാലയ്ക്ക് മാത്രം ഒന്നും മനസ്സിലായില്ല. എന്ത് കാര്യങ്ങള്? അവളുടെ നെറ്റി ചുളിഞ്ഞു. ഓ, അവളൊരു ഇള്ളാക്കുഞ്ഞ്. എടി, ഇവള് ചോദിച്ചത് അഗ്നിയേട്ടൻ ആളെങ്ങനെയാ, റൊമാൻറ്റിക് ആണോന്നാ. തീത്തു വിശദമാക്കി കൊടുത്തു. എന്നെ വലിയ ഇഷ്ടാ. ജ്വാല ചിരിച്ചു. ആ ഇഷ്ടം ഞങ്ങള് ഡെയിലി നിന്റെ കഴുത്തിൽ കാണുന്നുണ്ടല്ലോ. എടി, ഇത് അതല്ല. മറ്റേതൊക്കെ എങ്ങനെയാ നിങ്ങൾ തമ്മില്? നീ അതൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ, ഞങ്ങൾ ആരോടും പറയില്ല. ദൃശ്യയ്ക്ക് എല്ലാം അറിയാൻ ആവേശമായി. പക്ഷെ ജ്വാല മാത്രം ഒന്നും മനസ്സിലാവാതെ അവളെ മിഴിച്ചു നോക്കുന്നുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? വല്ലതും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ജ്വാലയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. ഓ, ഇത് ഇങ്ങനൊരു പൊട്ടി. ദേ ജ്വാല, കളിക്കല്ലേ. അങ്ങനെ ഞങ്ങളോട് മറച്ചു വെക്കാന്ന് കരുതണ്ട. എടി പറയടി, നിങ്ങളെപ്പോലുള്ള അനുഭവ സമ്പത്തുള്ളവരുടെ അറിവൊക്കെ ഞങ്ങൾക്ക് പിന്നീട് ഗുണം ചെയ്യും, ഇല്ലേ ദൃശ്യേ? തീത്തും പറഞ്ഞു. അതാ, ഒന്ന് പറയടി. ദൃശ്യ കൊഞ്ചി. എന്ത് പറയണെന്നാ പറയണേ, അത് പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയണത്. അവള് ചുണ്ടു വിളർത്തി. ദൃശ്യം തീത്തു അവളെ സംശയത്തോടെ നോക്കി. എടി, ഞങ്ങൾ ഉദ്ദേശിച്ചത് നീയും അഗ്നിയേട്ടനും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷനെ കുറിച്ചാ. ദൃശ്യം ഒടുക്ക അവൾക്ക് പറഞ്ഞു കൊടുത്തു. ജ്വാലയുടെ മുഖം ആ നിമിഷം ചുവന്നുപോയി. അഗ്നി അവളെ ചുംബിക്കുന്നതായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ. അത് കണ്ടതും തീത്തുവിന്റെ കണ്ണിൽ ലഡു പൊട്ടി.
ആ, ഇത് തന്നെ ഈ നാണം ഇതാ ഞങ്ങൾക്ക് വേണ്ടേ. പറ പറ പറ, വേഗം പറ. തീത്തു ആവേശത്തോടെ പറഞ്ഞു. എന്തു പറയാൻ? അയ്യേ, ഞാനൊന്നും പറയില്ല. ജ്വാല മുഖം പൊത്തി. ദൃശ്യം തീത്തും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. ഓ പിന്നെ, അവളൊരു നാണക്കാരി. ദേ പെണ്ണെ, മര്യാദയ്ക്ക് പറഞ്ഞോട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നോട് പിണങ്ങും. ദൃശ്യ അവസാന അടവെടുത്തു. ജ്വാല അവളെ ദയനീയമായി നോക്കി. ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല മോളെ, ഞങ്ങൾക്കറിയണം. പറ പെണ്ണെ, എങ്ങനെ അതൊക്കെ? ഇപ്പോ കുട്ടികളൊന്നും വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കുമല്ലേ രണ്ടാളും? അതേതായാലും നല്ലതാ, നിന്റെ പഠിത്തം കഴിയട്ടെ. തീത്തു പറഞ്ഞതും ജ്വാല അവളെ അമ്പരന്ന് നോക്കി. നീ ഇതെന്തൊക്കെയാ പറയണേ? എന്തേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് വേണമെന്നാണോ? തീത്തുവിന് സംശയായി. അതിനെക്കുറിച്ചൊന്നും ദേവേട്ടൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ജ്വാല ആത്മാർത്ഥമായി പറഞ്ഞു. ആ, അപ്പോ ഇപ്പൊ വേണ്ടാന്ന് കരുതിയിട്ട് തന്നെയാ. എടി അത് വിട്, നീ മാറ്ററിലേക്ക് വാ. ദൃശ്യ അവളെ ഒന്നുകൂടി അടുത്തേക്ക് നിർത്തി. ഞാൻ എന്താ പറയണ്ടേ? ജ്വാല ചോദിച്ചു. ബെഡ്റൂം സീൻ. അഗ്നിയേട്ടൻ രാത്രി നിന്നോട് എങ്ങനെയാ? ദൃശ്യയുടെ മുഖം തന്നെ ചുവന്നിട്ടുണ്ട്. ജ്വാലയാണെങ്കിൽ ആകെ നാണം കൊണ്ട് പൂത്തുലഞ്ഞ അവസ്ഥയിലാണ്. അത് അത് പിന്നെ, അവൾക്ക് വെപ്രാളം. അത് പിന്നെ, എടി പറ, ഇപ്പൊ ക്ലാസ് തുടങ്ങും. തീത്തു കലിപ്പായി. പറയാ, പക്ഷെ നിങ്ങളിതൊന്നും ആരോടും പറയരുത്. ദേവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വകാര്യത ആരോടും പറയരുത് എന്ന്. ജ്വാല അവൻ മുൻപ് പറഞ്ഞത് ഓർത്തുകൊണ്ട് പറഞ്ഞു. ഇല്ല, പറയില്ല. നീ ഞങ്ങളോട് പറയുന്നതൊന്നും നിന്റെ ദേവേട്ടൻ അറിയാനും പോണില്ല. നീ ഒന്ന് വേഗം പറ. തീത്തുവിന് ക്ഷമ നശിച്ചു. അത് ദേവേട്ടനെ ദേ ഇവിടെ ഉമ്മ വെക്കും. ജ്വാല അവളുടെ നെറ്റിയിൽ തൊട്ടു. സ്വാഭാവികം, തീത്തു പറഞ്ഞു. പിന്നെ കണ്ണില്, പിന്നെ മൂക്ക്, കവിള്, ചുണ്ട്, പിന്നെ കഴുത്ത്. അത്രയും പറഞ്ഞപ്പോഴേക്കും ജ്വാലയുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. എടി ഒന്ന് വേഗം പറ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നീ കഴുത്തിന്ന് താഴോട്ട് വാ. ദൃശ്യക്കാണെങ്കിൽ മുഴുവൻ ഒന്ന് കേട്ടാ മതി. ജ്വാല അവളെ വല്ലായ്മയോടെ നോക്കി. അത് പിന്നെ, ഇവിടെ ഉമ്മ വെച്ചിട്ടുണ്ട്, പക്ഷേ ഡ്രസ്സിന്റെ മോളിൽ കൂടെയാ. ജ്വാല അവളുടെ മാറിടത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ദൃശ്യം തീത്തുവും കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ നിന്നുപോയി. ഡ്രസ്സിന്റെ മോളിൽ കൂടെയോ? അപ്പൊ അല്ലാതെ? തീത്തു നെറ്റി ചുളിച്ചു. അല്ലാതെ ഇല്ല. ആ, പിന്നെ വയറിൽ ഉമ്മ വെച്ചിട്ടുണ്ട്. അത് ഡ്രസ്സിന്റെ മോളിൽ കൂടെ അല്ലാതെ ഉണ്ട്. ജ്വാല നാണത്തോടെ മുഖം പൊത്തി. അയ്യേ. ദൃശ്യ അവളെ നോക്കി പറഞ്ഞു. തീത്തുവിന്റെ മുഖവും ഏറെക്കുറെ അതേ ഭാവമാണ്. ജ്വാല മുഖത്തൂന്ന് കൈമാറ്റി അവരെ നോക്കി. എന്തയ്യേ? അവള് കണ്ണുരുട്ടി. പിന്നല്ലാതെ. ദേ പെണ്ണെ, കൂടുതൽ ഓവർ ആവല്ലേ. നീ ഉള്ളത് ഇങ്ങോട്ട് പറ. നമുക്ക് ഡ്രസ്സ് വേണ്ട, ഡ്രസ്സ് അഴിച്ച ശേഷമുള്ള സീൻ പറ. തീത്തു പിന്നെയും ചോദിച്ചു. ജ്വാലയുടെ കണ്ണു മിഴിഞ്ഞു. ഡ്രസ്സ് അഴിച്ച ശേഷോ? അവളിൽ അമ്പരപ്പ്. ആ, ബെസ്റ്റ്. എടി നീ എന്താ ഇങ്ങനെ? ഞങ്ങൾ ആരോടും പറയില്ല, ഒന്ന് പറ ജ്വാല. ദൃശ്യ കെഞ്ചി. ജ്വാല അവളെ വിഷമത്തോടെ നോക്കി. നിങ്ങളിത് എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. സത്യം, എന്റെ ദേവേട്ടൻ എത്ര ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഡ്രസ്സൊക്കെ എന്തിനാ അഴിക്കുന്നേ? അവള് ചുണ്ടു പിളർത്തി. ദൃശ്യം തീർത്തു ഒന്ന് നിശ്വസിച്ചു പോയി. അപ്പോ വിവാഹം കഴിഞ്ഞ് 4-5 മാസമായിട്ട് നിങ്ങൾക്കിടയിൽ ഫിസിക്കൽ റിലേഷൻ ഒന്നും നടന്നിട്ടില്ല എന്നാണോ? ദൃശ്യക്ക് അത്ര വിശ്വാസം പോരാ. ഇതൊക്കെയല്ലേ അത് ഞാൻ പറഞ്ഞില്ലേ. ജ്വാല നിഷ്കളങ്കമായി പറഞ്ഞു. ദൃശ്യക്കും തീത്തൂന് അവളോട് പാവം തോന്നിപ്പോയി. എന്റെ പൊന്ന് ജ്വാല, നീ ഇത്രയും ബുദ്ധിയുറയ്ക്കാത്ത കുഞ്ഞായിരുന്നോ? എടി ഇതൊന്നുമല്ല ഫിസിക്കൽ റിലേഷൻ. തീത്തു അവൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ റെഡിയായി. പിന്നെ? ജ്വാലയ്ക്ക് സംശയം. പറഞ്ഞു തരാ, നീ പേടിക്കരുത്. ഇല്ല. ജ്വാല സമ്മതിച്ചു. എടി അതുണ്ടല്ലോ, രാത്രി ഡ്രസ്സൊന്നും വേണ്ട, അല്ലാതെ കിസ് ചെയ്യുന്നേ. തീത്തൂന് അത് പറയാൻ തന്നെ നാണം. ജ്വാല അമ്പരപ്പോടെ അവളെ നോക്കി. നീ ഇങ്ങനെ നോക്കണ്ട, സത്യം തന്നെയാ. ദൃശ്യം പറഞ്ഞു. ജ്വാല മൂളി. എന്നിട്ട് ഇതൊന്നുമല്ല എൻ്റെ മോളെ, വേറെ മെയിനായിട്ടൊരു കാര്യമുണ്ട്. ദൃശ്യ പറഞ്ഞു വന്നത് നിർത്തി. അതെന്താ? ജ്വാല ചോദിച്ചു. അത് അവര് നമ്മളെ കിസ് ചെയ്യും എല്ലായിടത്തും. പിന്നെയുണ്ടല്ലോ. അതും പറഞ്ഞ് ദൃശ്യ ജ്വാലയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുത്തു. അവൾ പറഞ്ഞത് കേട്ട് ജ്വാല ഞെട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടപ്പോ ദൃശ്യം തീത്തു അമ്പരന്നു പോയി. അയ്യോ കരയല്ലേ ഈ പെണ്ണ്. തീത്തു അവളെ ആശ്വസിപ്പിച്ചു. എന്റെ ദേവേട്ടന് അങ്ങനൊന്നും ചെയ്യില്ല, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ദൃശ്യം തീത്തു പൊട്ടിച്ചിരിച്ചുപോയി. ഉവ്വേ, ചെയ്യില്ല പോലും. നിന്റെ ദേവേട്ടനും ചെയ്യും. ഇതുവരെ നിങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാവും, എന്നായാലും ഉണ്ടാവും. ദൃശ്യ ചിരിയോടെ പറഞ്ഞതും ജ്വാലയുടെ ചുണ്ടു വിതുമ്പി. തീത്തും ദൃശ്യം അവളെ രണ്ട് ഭാഗത്തുനിന്നു ചേർത്ത് പിടിച്ചു. എടി, ഇത് നീ ഇങ്ങനെ പേടിക്കാനും വേണ്ടി ഒന്നുമില്ല. വേദന കാണും, പക്ഷെ അതൊക്കെ ശരിയാവും. നീ പേടിക്കണ്ട കേട്ടോ. രണ്ടാളും ചേർന്ന് ജ്വാലയെ സമാധാനപ്പെടുത്തി. ജ്വാല കണ്ണു തുടച്ച് വെറുതെ ഒന്ന് മൂളി. അവര് മൂന്നാളും കൂടി ക്ലാസ്സിലേക്ക് നടന്നു. എടി തീത്തു, എന്നാലും എനിക്ക് അതല്ല. എന്തായിരിക്കും എടി അവർക്കിടയിൽ ഇതുവരെ അത് നടക്കാതിരുന്നേ? ദൃശ്യ ചോദിച്ചു. അറിയില്ലടി. തീത്തു ആലോചിച്ചു. അവള് മൂളി.
ക്ലാസ്സിൽ ചെന്നിട്ടും പിന്നീട് ജ്വാലയ്ക്ക് പഠിപ്പിക്കുന്നതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ നിറയുന്ന ഭയം, കണ്ണുകൾ പേടിയോടെ നിറയുന്നു. എന്നെ ദേവേട്ടൻ അങ്ങനെ ഉപദ്രവിക്കോ? അതാലോചിച്ചപ്പോൾ തന്നെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. കോളേജ് വിട്ടതും മൂന്നാളും കൂടി പുറത്തേക്ക് നടന്നു. അവിടെ ഗേറ്റിനടുത്ത് കാറ് നിർത്തി തന്നെ കാത്തു നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവൾക്ക് ആദ്യമായി അവനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ പേടി തോന്നി. അവൾ പെട്ടെന്ന് തലതാഴ്ത്തി കളഞ്ഞു. അഗ്നിയുടെ അടുത്തെത്തിയതും പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നവനെ മുഖമുയർത്തി നോക്കാതെ അവൾ പെട്ടെന്ന് കാറിന്റെ പുറകിലെ ഡോറ് തുറന്ന് അവിടേക്ക് കയറിയിരുന്നു. അഗ്നി അവളെ സംശയത്തോടെ നോക്കി. സാധാരണ എന്റെ കൂടെ ഫ്രണ്ടിലിരിക്കുന്നവളാ. അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു. അവൻ ദൃശ്യയെ തീത്തൂനെ നോക്കി. അവരവനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും അവർക്ക് പോവാനുള്ള ബസ് വന്നതും അവളും ആ റോഡി ബസ്സിൽ കയറി. അഗ്നി ജ്വാലയൊന്ന് നോക്കി. എന്താ കുഞ്ഞ പുറകിലിരിക്കുന്നേ? ഇവിടെ വന്നിരിക്കേ, അവൻ പറഞ്ഞു. അവൾ അവനെ മുഖമുയർത്തി പേടിയോടെ നോക്കി പെട്ടെന്ന് തല താഴ്ത്തി. അഗ്നിക്കൊന്നും മനസ്സിലായില്ല. അവൻ പിന്നെ അവളോട് ഒന്നും ചോദിച്ചുമില്ല. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് അവൻ കാറ് മുന്നോട്ടെടുത്തു. അപ്പോഴും പുറകിലെ സീറ്റിലിരുന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് പേടിയോടെ നോക്കുന്നവളെ അഗ്നി കാണുന്നുണ്ടായിരുന്നു. കൗസ്തുഭത്തിൽ കൊണ്ടുവന്ന് കാറ് നിർത്തിയതും ജ്വാല ഒന്നും മിണ്ടാതെ പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് നടന്നു. അഗ്നിയുടെ മുഖം മങ്ങിപ്പോയി. കുഞ്ഞ, അവൻ പെട്ടെന്ന് അവളെ വിളിച്ചു. ജ്വാല അവനെ തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു. അഗ്നി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവൾ അവനെ പേടിയോടെ നോക്കി. എന്തു പറ്റിയിടാ? എന്നോടെന്തെങ്കിലും ദേഷ്യമുണ്ടോ നിനക്ക്? എന്തെന്നോട് മിണ്ടാത്തെ? അവന്റെ വാക്കുകളിൽ ഇടർച്ച. അത്രത്തോളം വേദന തോന്നുന്നുണ്ടായിരുന്നു അഗ്നിക്ക്. എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം തമ്മിൽ കണ്ടാൽ ഒരു നിമിഷം പോലും മിണ്ടാതിരിക്കാത്തവളാ. ജ്വാല മറുപടിയൊന്നും പറയാതെ അതേ നിൽപ്പ് തന്നെ തുടർന്നു. കുഞ്ഞാ, അഗ്നി വീണ്ടും വിളിച്ചു. ഒന്നുമില്ല, അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. അഗ്നി അവള് പോകുന്നത് നോക്കിക്കൊണ്ട് പതിയെ അവൾക്ക് പുറകെ നടന്നു. ആഹാ, എത്തിയോ കുറുമ്പി? അപ്പോഴേക്ക് ഹാളിലേക്ക് ചിത്രയും കൂടി കയറി വന്നു. ജ്വാല അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്തു പറ്റി? എന്താണ് മിണ്ടാട്ടൊന്നുമില്ലാത്തെ? ചിത്ര കുറുമ്പോടെ അവളുടെ കവിളി തട്ടി. ഒന്നുമില്ല അമ്മേ, അതും പറഞ്ഞ് അവള് മുകളിലേക്ക് നടന്നു. ഈ കുട്ടിക്ക് ഇത് എന്തു പറ്റി? ചിത്ര അമ്പരപ്പോടെ അഗ്നിയോട് ചോദിച്ചു. അഗ്നി പക്ഷെ അതൊന്നും കേട്ടിരുന്നില്ല. അവന്റെ നോട്ടം തന്നെ നോക്കാതെ തന്നോട് സംസാരിക്കാതെ സ്റ്റെയർ കയറി പോകുന്ന ജ്വാലയിലായിരുന്നു. കുഞ്ഞാ, ഞാൻ പൊക്കോട്ടെ? നീ ശങ്കരേട്ടന്റെ കൂടെ പോവോ ഡാൻസ് ക്ലാസ്സില്? അങ്ങനെയെങ്കിൽ അവളൊന്നും മിണ്ടാൻ വേണ്ടി അഗ്നി പ്രതീക്ഷയോടെ ചോദിച്ചു. ജ്വാല അവനെ തിരിഞ്ഞു നോക്കി. പൊക്കോട്ടെ? അവൻ വീണ്ടും ചോദിച്ചു. അവള് മൂളിക്കൊണ്ട് റൂമിലേക്ക് പോയി. അഗ്നിയുടെ കണ്ണുകൾ കലങ്ങി. കണ്ണാ, മോൾക്ക് എന്താ? എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? എന്താ അവള് നിന്നോട് സംസാരിക്കാത്തെ? ചിത്ര ചോദിച്ചു. അറിയില്ല, അതും പറഞ്ഞവൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി. കാര്യമറിയാതെ ചിത്രയും ആകെ വിഷമത്തിലായി. അഗ്നിയുടെ കാർ അവിടെ നിന്ന് തിരികെ പോകുന്നത് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന ജ്വാലയും കണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ഓടിപ്പോയി ബെഡിലേക്ക് വീണു. എന്റെ ദേവേട്ടനെ ഞാൻ വിഷമിപ്പിച്ചുല്ലോ. എന്റെ കണ്ണാ, ഞാൻ എന്ത് ചെയ്യാ? എന്തിനാ ദൃശ്യം തീത്തുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞ്? അതുകൊണ്ടല്ലേ എനിക്ക് പേടിയായതുകൊണ്ടല്ലേ? അവള് തേങ്ങി. വെയ്യ, എന്റെ ദേവേട്ടനോട് മിണ്ടാതിരിക്കാൻ പറ്റണില്ലല്ലോ എനിക്ക്. നെഞ്ചിങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ തോന്നുക എന്റെ ദേവേട്ടനല്ലേ എന്നെ ഉപദ്രവിക്കോ? അവൾ കണ്ണീരോട് ആലോചിച്ചു. ഉത്തരം അറിയുന്നില്ല. പക്ഷെ ദൃശ്യ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങി കേൾക്കവേ പേടിയോടെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അപ്പോഴും തന്നെ വേദനയോടെ നോക്കിയ അഗ്നിയുടെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ. രാത്രിയിൽ അഗ്നി തിരികെ വന്നപ്പോഴും ജ്വാലയുടെ അവസ്ഥ ഇതുതന്നെയായിരുന്നു. അവനടുത്തേക്ക് പോവാൻ ഒരു പേടി. എന്റെ ദേവേട്ടനല്ലേ എന്ന് മനസ്സ് ചോദിക്കുമ്പോഴും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഭയമെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല. ഒരു നിമിഷം ജ്വാലയ്ക്ക് തീത്തൂനോടും ദൃശ്യോടും ദേഷ്യം തോന്നിപ്പോയി. അവര് കാരണമല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ? അവള് വിഷമത്തോടെ മനസ്സിൽ ചിന്തിച്ചു. പക്ഷെ അഗ്നിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ മാറ്റം. അല്ലെങ്കിൽ രാത്രി ഞാൻ വരുമ്പോഴേക്ക് ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നവളാ. എന്നെയും തൊട്ട് അകന്ന് നിൽക്കാത്തവളാ. എപ്പോഴും ദേവേട്ട ദേവേട്ടാന്ന് വിളിച്ച് കൊഞ്ചുന്നവളാ. അവളാ ഇന്നെൻ്റെ അടുത്തിരിക്കാതെ അപ്പൂൻ്റെ അടുത്തിരുന്ന് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുന്നേ. അപ്പു അവളൊരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. TV ഓണാക്കി അതിൻ്റെ മുന്നിലാണ് എല്ലാവരും. പക്ഷെ TV കാണുക എന്ന പേരിൽ അപ്പുവിൻ്റെ ചിത്രയുടെയും മോഹൻ്റെയും നോട്ടം ജ്വാലയിലും അഗ്നിയിലുമായിരുന്നു. പരസ്പരം മിണ്ടാതിരിക്കുന്ന അവരെ കണ്ട് എല്ലാവർക്കും വിഷമം തോന്നി. പക്ഷെ അവർക്കിടയിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവർ തന്നെ അത് പറഞ്ഞു തീർക്കുന്നതാവും അതിൻ്റെ ശരിയെന്ന് ചിത്രയ്ക്കും മോഹനും തോന്നി. അതുകൊണ്ട് തന്നെ ആരും അവരോട് രണ്ടാളോടൊന്നും ചോദിച്ചില്ല. പതിവ് പോലെ അഗ്നി തന്നെയാണ് ജ്വാലയ്ക്ക് വാരിക്കൊടുത്തത്. ആ സമയം അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി. അവനും അവളെ നോക്കി പുഞ്ചിരിച്ചു.
കുറച്ച് കഴിച്ചതും ജ്വാല മതിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. എന്തൊക്കെയോ കുറച്ച് കഴിച്ചു എന്ന് വരുത്തി അഗ്നിയും എഴുന്നേറ്റ് പോയപ്പോ അന്നത്തെ ദിവസം കൗസ്തുഭം മൊത്തത്തിൽ മൗനത്തിലായിപ്പോയി. അഗ്നി റൂമിലേക്ക് എത്തിയപ്പോഴേക്കും ജ്വാല കിടന്നിരുന്നു. അതും തലവഴി പോലും ബ്ലാങ്കറ്റ് ഇട്ട്. അവളെ നോക്കിയൊന്ന് നിശ്വസിച്ച് അഗ്നി ഡോറടച്ച് ലൈറ്റ് ഓഫ് ആക്കി ബെഡ് ലാമ്പ് ഇട്ട് ബെഡിലേക്ക് കിടന്നു. എന്നിട്ടും ജ്വാല അവനെ തിരിഞ്ഞു നോക്കിയില്ല. രാത്രിയിലാ നല്ല ബെസ്റ്റ് ടൈമെന്നാ ഞാൻ കേട്ടിരിക്കുന്ന ജ്വാല. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ മോളെ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്കിടയിൽ എന്തും നടക്കാം. അഗ്നിയുടെ നിന്നെ ആവശ്യമുണ്ട്. അതാ പുള്ളി ഇടയ്ക്കെല്ലാം നിന്നോട് ഇങ്ങനെ ഓരോ കുറുമ്പ് കാണിക്കുന്നേ. ഗ്രൗണ്ടിൽ നിന്നെല്ലാം പറഞ്ഞു തന്ന് തിരികെ ക്ലാസ്സിലേക്ക് കയറും മുന്നേ തീത്തു പറഞ്ഞ വാക്കുകൾ അത് മതിയായിരുന്നു ജ്വാലയിൽ കൂടുതൽ ഭയം നിറയ്ക്കാൻ. അതേ നിമിഷം തന്നെ അഗ്നി അവളുടെ ശരീരത്തിൽ നിന്നും ബ്ലാങ്കറ്റ് വലിച്ചു താഴ്ത്തി അവളുടെ വയറിലൂടെ കൈചുറ്റി തിരിച്ചു കിടത്തി തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ജ്വാല ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. തുടരും.